ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ മധ്യാഹ്ന സമയത്ത് ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ ദൈവം തന്ന അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയം, ഫിലിപ്പി കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും തൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും പരിശോധനകളും നടുവിലും പൗലോസ് ഒരിക്കലും ജീവിതത്തിൽ തകർന്നു പോകാതെ താൻ വിശ്വാസത്താൽ യാത്ര ചെയ്ത വ്യക്തിയാണ്. ഹല്ലേലൂയ. സുവിശേഷത്തിന് വേണ്ടി ഇത്രമാത്രം കഷ്ടം സഹിച്ച ഒരു വ്യക്തി പൗലോസാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റപ്പോസ്തലന്മാരും അനവധി കഷ്ടതയിലൂടെ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ പൗലോസ് തൻ്റെ മിഷണറി യാത്രയിൽ കടന്നു വന്ന ശോധനകളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ, ഹല്ലേലൂയ, ഞെരുക്കങ്ങളുണ്ടായപ്പോൾ, ഇല്ലായ്മകളുണ്ടായിരുന്നപ്പോൾ ഫിലിപ്പിയ സഭ പലപ്പോഴും പൗലോസിന് വേണ്ടി കാണിച്ച കൈത്താങ്ങലുകളാണ്. നന്മകളെക്കുറിച്ച് ഓർത്തിട്ടാണ് പൗലോസ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന്. അതേ, ഇന്ന് പകൽ ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, പൗലോസിൻ്റെ ജീവിതത്തിൽ സുവിശേഷവേലയുള്ള ബന്ധത്തിൽ കഷ്ടങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഇല്ലായ്മകളൊക്കെ വന്നപ്പോൾ ഫിലിപ്പിയ സഭ പൗലോസിനെ സഹായിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ജോലി ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന നന്മയുടെ ഒരു ഭാഗം നിങ്ങൾ ദൈവവേലയ്ക്ക് വേണ്ടി ചെലവഴിക്കണം. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും, ഈ പാസ്റ്റർ പണപ്പിരിവാണോ എന്ന്. പണപ്പിരിവല്ല കേട്ടോ, ദൈവവചനത്തിലുള്ള ചിന്തകളാണ് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, മനുഷ്യൻ്റെ അധ്വാന ഫലവൻ വൈകിട്ട് വാങ്ങി പോക്കറ്റിലിട്ട് അവൻ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് അവൻ്റെ പണം പിടിച്ചു മേടിക്കുന്ന, അപഹരിച്ചു മേടിക്കുന്ന ബാറുകളും ബീവറേജുകളും കള്ളഷാപ്പുകളും പെരുകി. അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, അവന് ദൈവത്തിന് കൊടുക്കുവാൻ കഴിയാതെ ദൈവത്തിന് കൊടുക്കേണ്ട നന്മകൾ മുഴുവൻ സാത്താൻ അപഹരിച്ചുകൊണ്ടിരിക്കുക. രക്തം ചെയ്യും. ഹല്ലേലൂയ. നിന്റെ അധ്വാനത്തിൻ്റെ ഫലത്തെ ലോകത്തിന് കൊടുക്കാതെ അത് ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ നിന്റെ നന്മകളെ വർദ്ധിപ്പിച്ചു തരുവാൻ ദൈവത്തിന് കഴിയും. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് കൊടുക്കുക എന്ന് പറയുന്നതിലാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ പിശുക്ക് കാണിക്കുന്നത്. എൻ്റെ വിശ്വാസ ജീവിതത്തിലും എൻ്റെ ആത്മീയ അനുഭവത്തിലും ഞാൻ പറയുമ്പോൾ, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കൊടുത്തവരൊക്കെയും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പകലിനെ കേൾക്കുന്ന ശ്രോതാവേ, നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നതിനകത്ത് വളരെ ഉത്സാഹമുള്ളവരായിരിക്കണം. അത് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമായിരുന്നാലും നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നതിലും ദൈവവേലയിലും കർത്താവിനുള്ള ശുശ്രൂഷയിൽ വളരെ ആത്മാർത്ഥതയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തണം. നിങ്ങളാൽ ആവോളം ചെയ്യുവാൻ കഴിയുന്ന സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്നതുകൊണ്ട്, ഞായറാഴ്ച ഒരു ദിവസം വന്ന് കർത്താവിനെ ആരാധിച്ചത് കൊണ്ടോ, കർത്താവിനെ മഹത്വപ്പെടുത്തിയത് കൊണ്ടോ, സ്തോത്രകാഴ്ച അന്നേ ദിവസം ഇട്ട് നിങ്ങൾ മടങ്ങി പിറ്റേ ഞായറാഴ്ച നിങ്ങൾ ആരാധനാലയത്തിൽ വരുന്നത് നല്ല കാര്യമാണ്. പക്ഷേ നിങ്ങൾ സുവിശേഷ വേലയിൽ എന്ത് ചെയ്തു? പാപത്താൽ നിറയപ്പെട്ട് കിടക്കുന്ന, അതിക്രമങ്ങളാൽ നിറയപ്പെട്ട് കിടക്കുന്ന, ദൈവവുമായി ബന്ധമില്ലാതെ കിടക്കുന്ന കോടാനുകോടി ജനം വസിക്കുന്ന ഈ ഭൂമിയിൽ ഈ കാലഘട്ടത്തിൽ ഉറങ്ങിപ്പോകാതെ പൗലോസ് തൻ്റെ ശുശ്രൂഷാ സമയങ്ങളിൽ ആമെ വളരെ പീഡയുടെ നടുവിലും സുവിശേഷത്തിന് വേണ്ടി ചുമൽ കൊടുത്തതുപോലെ, ഹല്ലേലൂയ, നിങ്ങൾ സുവിശേഷത്തിന് വേണ്ടി ശക്തിയോടെ നിൽക്കണം. ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ, ദൈവരാജ്യത്തെക്കുറിച്ച് മറ്റുള്ളവരോട് ഘോഷിപ്പാൻ, പാപികളാൽ നിറയപ്പെട്ട ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി കണ്ണീരോടെ കരയുവാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നീ ദൈവം ഇതൊക്കെ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു കാലം വരും. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ സുഖം തേടി ഓടുന്ന ശ്രോതാവേ, ഈ ലോകത്തിന് സുഖം തേടി നീ ഓടിയാൽ ഒരു കാരണവശാലും നിനക്ക് നിത്യതയിൽ എത്തിച്ചേരുവാൻ കഴിയില്ല. മരണം നമ്മെ വേർപിരിക്കുമ്പോൾ ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാണ്.
മരണം കൊണ്ട് നമ്മുടെ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. ഹല്ലേലൂയ. മരണം കൊണ്ട് ഇവിടെ അവസാനിക്കുക എന്ന് പറയുന്നത്, നിലത്തെ പൊടിയിൽ നിന്ന് സൃഷ്ടിച്ച ഞാനും നിങ്ങളും ഈ ജഡം പൊടിയാണ്, ഇത് പൊടിയിലേക്ക് മടങ്ങിച്ചേരും. നിങ്ങൾ സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യം വായിച്ചാൽ കാണാൻ കഴിയും. മനുഷ്യനെ നിലത്തെ പൊടിയിൽ നിന്നെടുത്തത് കൊണ്ട് അവൻ പൊടിയിലേക്ക് ചേരും, എന്നാൽ അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആത്മാവ് അത് ദൈവം തന്നതായതുകൊണ്ട് അത് ദൈവത്തിലേക്ക് മടങ്ങിച്ചേരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മരണം കൊണ്ട് നമ്മുടെ ജഡം മാത്രമേ ഇവിടെ തീരുന്നുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവ് ഒരിക്കലും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല. ആത്മാവിന് നിത്യതയുണ്ട്. ഹല്ലേലൂയ. മരണാനന്തര ഒരു ജീവിതത്തെ ദൈവം എനിക്ക് നിങ്ങൾക്കും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, മരണാനന്തര ജീവിതം നീ നിത്യതയിൽ കാണുമോ? ഇന്ന് നീ മരിച്ചാൽ നീ സ്വർഗരാജ്യത്തിലെത്തുമെന്ന് നിനക്കുറപ്പുണ്ടോ? ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ പാപസുഖങ്ങളിൽ വീണ് ഈ ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങിക്കൊടുത്ത് നിന്നെ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, താങ്കൾ മാനസാന്തരപ്പെടുന്നൊരു കൂടി താങ്കളുടെ ഭർത്താവ്, അല്ലെങ്കിൽ താങ്കളുടെ ഭാര്യ, മാതാപിതാക്കൾ, താങ്കളുടെ മക്കൾ, നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ നിത്യമായ നരകത്തിൽ നിന്നും ദൈവരാജ്യത്തിൻ്റെ അവകാശിയാക്കി മാറ്റാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകലിൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മരക്ഷ പ്രാപിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നത് രക്തം ചെയ്യും. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ എന്ന വചനം പറയുന്നത്. ഹല്ലേലൂയ. എപ്പോൾ നമ്മുടെ ശരീരത്തിൽ ജീവൻ പോകുമെന്ന് എനിക്കോ നിങ്ങൾക്കോ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ലഭിച്ച സമയം എന്ന് പറയുന്നത് വിലപ്പെട്ട സമയമാണ്. ഈ വിലപ്പെട്ട സമയത്തെ ലോകത്തിൻ്റെ പാപസുഖങ്ങൾക്ക് വേണ്ടി നീ ചെലവഴിക്കാതെ ലഭിച്ച സമയത്തെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് ഒരു വിശുദ്ധ ജീവിതം നയിക്കണം. ഞാനിത് പറയുമ്പോൾ പൗലോസ് തൻ്റെ ശുശ്രൂഷയിൽ തനിക്ക് വന്ന എല്ലാ പ്രയാസങ്ങളിലും ഫിലിപ്പ്യ സഭ പൗലോസിനെ സഹായിച്ചു. അതുകൊണ്ട് പൗലോസ് ധൈര്യത്തോടെ ഈ വചനം പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അത് നീ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, കർത്താവിൽ നീ വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ, പൗലോസ് ഫിലിപ്പി ലേഖനം 4:19 പറയുന്ന പോലെ, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അതേ, ഇന്ന് നീ അനുഭവിക്കുന്ന സങ്കടങ്ങൾ, കണ്ണുനീരുകൾ, വേദനകളെ, ദുഃഖങ്ങളെ എല്ലാം മാറ്റി നിന്നെ സമൃദ്ധിയായിട്ട് നിറച്ചനുഗ്രഹിപ്പാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് പൗലോസ് പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, എന്നെ ശക്തനാക്കുന്നവന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എനക്ക് വിളിച്ചു പറയാൻ കഴിയും. ആരെങ്കിലും തകർന്ന് ജീവിതം എടുത്ത് നിരാശയിലാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം ഇത് പകൽ നിങ്ങളെ ശക്തീകരിക്കട്ടെ. യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്ക്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കേരളത്തിൽ, ഭാരതത്തിൽ, ലോകരാജ്യങ്ങളുള്ള 800 കോടി ജനത്തിനായി പാപത്താൽ നിറയപ്പെട്ട് സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ ജീവിക്കുന്ന ജനത്തിന് ആശ്വാസവും സമാധാനം കൊടുക്കണമേ. എന്നെ ശക്തനാക്കുന്ന ദൈവ സകലത്തിന് മുഖാന്തരം മതിയാകുന്നു പറഞ്ഞതുപോലെ ഈ ജനത്തിൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും നീക്കി ഈ ജനത്തെ അനുഗ്രഹിക്കുമാറാകണമേ. സകലമകത്തും എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.